ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട അടിപൊളി ഒരു ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതാണെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് അടിപൊളിയാണ്. ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ. ഇതിൽ കൂടുതൽ എഗ്ഗും ചിക്കനും വെജീസൊക്കെ കൂടുതൽ ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും വേണ്ട നമുക്കിതിന്. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വിധമാണ് കേട്ടോ ഞാൻ പറയുന്നത്, എൻ്റെ സ്റ്റൈലിൽ. അപ്പോൾ ഇതുപോലെ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 6-7 മുട്ട ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. കൂടുതൽ മുട്ട തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 7 മുട്ടകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പാണ് കേട്ടോ ആഡാക്കി കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, അതൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഈ കൂട്ടത്തിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ചിക്കി പൊരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ അതേ ഉരുളിയിലേക്ക് തന്നെ ഒരല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. എന്നിട്ട് ഒരു കുടം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ സൈസ് സവാള, ഒരു 3-4 പച്ചമുളക്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ക്യാരറ്റ് ഒരു 3-4 എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിതിലേക്ക് ഒരുപാട് വെജീസൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ക്യാപ്സിക്കും ക്യാബേജൊക്കെ വേണമെങ്കിൽ ചേർത്തെടുക്കാം. ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇത്രയും മാത്രമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1-1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. വെജീസൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു 1/2 കിലോളം ബോൺലെസ് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അത് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്ഗാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഡാർക്ക് സോയ സോസ് അല്ല, ഒരു ലൈറ്റ് സോയ സോസാണ് കേട്ടോ. അതൊരു 1-1.5 ടീസ്പൂണോളം ചേർത്തെടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും കൂടി ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മളത് ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് ബസ്മതി റൈസ് ഞാൻ വേവിച്ച് മാറ്റി വെച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചോറിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാട്ടോ. ഞാനപ്പോൾ കുറച്ച് ചിക്കനും മുട്ടയൊക്കെ കൂടുതൽ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് റൈസ് കുറച്ചാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് റൈസാണ് കേട്ടോ ഞാൻ വേവിച്ച് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇനി നന്നായിട്ട് ഇത് മിക്സാക്കി കൊടുക്കാം. ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് കറിയുടെ ആവശ്യമൊന്നും വേണ്ട കേട്ടോ. വെജീസും പിന്നെ ചിക്കനും എഗ്ഗൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ഇത് തന്നെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്തെടുക്കാം. അത് ചേർത്തെടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ അതുകൂടി കുറച്ചുള്ളത് ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമുക്കിത് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. നല്ല വിഭവമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.